ഞാൻ പറയുന്നു അതെ, അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ മറ്റൊരു പാർട്ടി പോലീസാണ്. അവിടെ കുറെ ബ്ലേഡ് കാണുന്നുണ്ട് ഈ നിലത്തിട്ടത്. അത് ആര് കൊണ്ടുവച്ചു? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 50ഓളം ബ്ലേഡ് അല്ലെങ്കിൽ 10ഓളം ബ്ലേഡ് നോക്കിയാണ് പിന്നീട് വാർത്ത വന്നത്. ഞാൻ വാർത്തയിലാണ് ഇതൊക്കെ കാണുന്നത്. അതെ, അതാണ് ഞങ്ങളുടെ ആക്ഷേപം. അങ്ങനെ തന്നെ വാർത്ത കൊടുക്കുക, അതായത് സമരത്തെ അപകീർത്തിപ്പെടുത്തുക, അതെ എന്ന് ലക്ഷ്യത്തോടു കൂടി പോലീസാണ് അത് കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇത്രയും ബണ്ടിൽ കണക്കാണ് ബ്ലേഡ് വന്നത്. ആ ബ്ലേഡ് ഒരുമിച്ച് അതേ പോലീസ് കളക്ട് ചെയ്യാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ബ്ലേഡ് അവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആ ബ്ലേഡ് കണ്ടിട്ടുമില്ല. ഞങ്ങൾ അത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഈ വാർത്ത വരുമ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരുടെ മുതുകത്തും മറ്റ് ശരീരത്തിലും ഒക്കെ എങ്ങനെയാണ് മുറിവ് വന്നത്? ചിലരുടെ ഡ്രസ്സ് മുറിഞ്ഞിരിക്കുന്നു, പെൺകുട്ടികളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഡ്രസ്സ് കീറിയിരിക്കുന്നു. കൈവിരലിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞു, തൊട്ടു മുമ്പിൽ 2 ദിവസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ കൈവിരലിൻ്റെ ഇടയിൽ നമ്മളെ തിരുട്ട് ഗ്രാമങ്ങളിൽ ഈ മോഷ്ടാക്കളെ അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു രീതിയുണ്ട്. കൈവിരലിൻ്റെ ഇടയിൽ ബ്ലേഡ് വെച്ച് വരയ്ക്കുന്ന രീതി. ആ നിലയിൽ പോലീസ് അവലംബിച്ചതാണത്. അങ്ങനെ തന്നെയാണ്, പോലീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസാണെന്ന്. വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്ക് അതിലില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കെതിരെ വെച്ചാൽ എന്താ തെളിവ്? അതുകൂടി പുറത്തുവിടാൻ പറ. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. അവരാണല്ലോ ഈ സംസ്ഥാനത്തെ പോലീസ്. പോലീസ് അന്വേഷിച്ചാൽ അത് പുറത്തു വരില്ലല്ലോ. അപ്പോൾ മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം വേണ്ടി വരില്ല. അതാണ് ഇതിന്റെ വിഷയം. ഈ വിഷയത്തെ ഞങ്ങൾ അവർക്ക് അതേ ഘട്ടത്തിൽ ഞങ്ങളത് നേരെ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളും തെളിയിക്കാം. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും ഈ സംവിധാനം ഇല്ലല്ലോ. സെക്രട്ടേറിയറ്റിന്റെ CCTV ഞങ്ങൾക്ക് ആക്സസ് ഇല്ലല്ലോ. നഗരസഭ CCTV ഞങ്ങൾക്ക് ആക്സസ് ഇല്ലല്ലോ. നിങ്ങളുടെ മീഡിയ ചാനലിൽ എല്ലാവരും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ. പോലീസ് വിചാരിച്ചാൽ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതേ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് അന്വേഷിച്ചാൽ എന്താ വരിക? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, SFIക്കെതിരെ ഇങ്ങനൊരു തെളിവ് UDF ഭരിക്കുന്ന കാലത്ത് അവരുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ചാനലിൽ 24/7 ഓടേണ്ട സമയം കഴിഞ്ഞു. അത് ഞങ്ങൾക്കറിയില്ലേ? അത് നാട്ടിലെല്ലാവർക്കും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കൂ. അവർ കാണിക്കട്ടെ. ബ്ലേഡുമായി വരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തോടു കൂടി അത് അന്വേഷിക്കണം. ആരാണോ ബ്ലേഡ് കൊണ്ടുവന്നത് അവരെ തക്കതായ ശിക്ഷ നൽകി കൃത്യമായി അതിനെതിരെ നടപടിയെടുക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പരാതി ഞങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അങ്ങനെയല്ലാതെ ഈ നുണയും കൊണ്ട് പ്രചരിപ്പിക്കുന്നത്, ആ നുണ അതിശക്തമായല്ലേ പ്രചരിപ്പിക്കുന്നത്? ചെറിയ നുണയാണോ? ചെറിയ നിലയിലാണോ അത് കൈകാര്യം ചെയ്യപ്പെട്ടത്? ഇപ്പോൾ നമ്മുടെ സംസ്ഥാനമെമ്പാടും ആ നിലയിലല്ലേ അത് പ്രചരിപ്പിക്കുന്നത്. നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ആ നിലയിൽ അത് പ്രചരിപ്പിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശക്തമായ നടപടി അതിൻ്റെ ഭാഗമായി ഉണ്ടാകണം.